എടപ്പാളിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം നടത്തി. കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് ഉടൻ പുനർനിർമ്മിക്കാമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകി. ജൽജീവൻ പദ്ധതിക്കായി എടപ്പാൾ പ്രദേശത്തെയും തവനൂർ, കാലടി, വട്ടംകുളം പഞ്ചായത്തുകളിലെ പൊളിച്ചിട്ട റോഡുകൾ സമയബന്ധിതമായി പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് DCC ജനറൽ സെക്രട്ടറി EP രാജീവിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എടപ്പാൾ സെക്ഷൻ EE പ്രതിഷേധം അറിയിച്ച് നടത്തിയ ചർച്ചയിൽ ജൂൺ 2-ന് മുൻപായി റോഡുകൾ പുനർനിർമ്മിക്കാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകി. നിരന്തരമായി നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. പൊതുജനങ്ങളുടെ അഭിലാഷം അനുസരിച്ചാണ് നമ്മൾ ഈ സമരമായി ഇവിടേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, ഈ 4 പഞ്ചായത്തിലെയും ഈ തവനൂർ അസംബ്ലിയിൽ തന്നെ മുഴുവൻ റോഡുകളുടെയും അവസ്ഥ നമുക്കറിയാം. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഗതാഗത യോഗ്യതയുടെ പല അപകടങ്ങളും സംഭവിക്കുകയാണ്. ഈ ആസന്നമായ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നേ വിദ്യാർത്ഥികൾ ഒട്ടനവധി സ്കൂളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ് എടപ്പാട്. ഈ തകർന്ന പാതകൾ അടിയന്തരമായി നമുക്ക് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ നമ്മൾ PWD എഞ്ചിനീയറെ കണ്ടിരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതിന്റെ ബേസിൽ ഇപ്പോൾ എടപ്പാളിലെ തൃശൂർ റോഡിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇനി ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ട 4 പഞ്ചായത്തിൽ മുഴുവൻ റോഡുകളുടെയും പണി തീർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് വാട്ടർ അതോറിറ്റിയുമായി മാന്യമായ രീതിയിലെ സമരമായാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ ജൂൺ 2-നുള്ളിൽ അതിന്റെ ഈ റോഡുകൾ മുഴുവൻ പരിഹരിച്ചു തരാമെന്ന് നമ്മളെ ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട മഞ്ജുനാഥ്ജി നമ്മളെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സമരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തീർത്തുതരാമെന്ന് നമ്മൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രതിഷേധ യോഗത്തിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത്, TP ശ്രീജിത്ത്, EP വേലായുധൻ, K രാജീവ്, KA ജയാനന്ദൻ, കിരൺദാസ്, ജയരാജൻ, പ്രണവ് കോലത്ര, അബിൻ, മനോജ് വട്ടംകുളം, ഷെനീജ്, ഗണേശൻ കാവൽപ്പടി, സുബീഷ് തവനൂർ, അതുൽ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.